കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കേരളം കണ്ടത് 2 സംഗമങ്ങളാണ്. ഈ മാസം 20-ന് പമ്പയിൽ സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം നടന്നു. ഇന്നലെ പന്തളത്ത് ശബരിമല കർമ്മസമിതിയുടെ പേരിൽ ശബരിമല സംരക്ഷണ സംഗമവും നടന്നു. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ എന്ന് പറയുമ്പോൾ പോലും അതിന് പിന്നിൽ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിലെ BJPയുടെ എല്ലാ അനുഗ്രഹാശിസുകളും ഉണ്ടായിരുന്നു. RSSന്റെ പിന്തുണയുള്ള എല്ലാ വർഗീയ സംഘടനകളുടെയും പിന്തുണയോട് കൂടിയാണ് ആ പരിപാടി പന്തളത്ത് അവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ 2 പരിപാടികളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്ന് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം നടത്തിയ പരിപാടിയാണ്, മറ്റൊന്ന് ഈ പറയുന്നത് പോലെ കുറെ ഹൈന്ദവ സംഘടനകൾ നടത്തിയ പരിപാടിയാണ് എന്നത് മാത്രമാണ്. അതിലുപരിയായിട്ട് അതിൽ ഏറെയും സാമ്യതകളാണ് ഉള്ളത്. രണ്ടും ഈ പറയുന്നത് പോലെ വർഗീയവാദികളെ എത്തിച്ചുകൊണ്ട് നടത്തിയ വർഗീയവാദികളുടെ പങ്കാളിത്തമാണ് അതിനകത്ത് ഈ 2 സംഗമങ്ങളിലും എടുത്തു പറയേണ്ട കാര്യങ്ങൾ. സർക്കാർ സംഘടിപ്പിച്ച അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ നമുക്കറിയാം കേരളം തന്നെ ഇപ്പോൾ ഏറ്റവും വെറുക്കുന്ന ഒരു വർഗീയവാദിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യം അത് അങ്ങേയറ്റം അശ്ലീലമായിരുന്നു ആ പരിപാടിയിൽ. കൂടാതെ ഇന്ത്യയിലെ തന്നെ വർഗീയവാദിയിൽ പ്രമുഖനായിട്ടുള്ള നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന BJPയുടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശമൊക്കെ തന്നെ വലിയ മഹത്വമാണ് അന്ന് മന്ത്രി VN വാസവൻ സദസ്സിൽ അവതരിപ്പിച്ചത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ മറുവശത്ത് ഈ പറയുന്ന ശബരിമല സംരക്ഷണ സംഗമം അതിൽ പങ്കെടുത്തത് BJPയുടെ ബംഗളൂരിൽ നിന്നുള്ള MP തേജസ്വി സൂര്യ, ഒപ്പം തന്നെ തമിഴ്നാട്ടിലെ BJP ഘടകത്തിന്റെ മുൻ അധ്യക്ഷൻ അണ്ണാമലൈ എന്നിവരായിരുന്നു. ഈ 2 പേരും യുവ നേതാക്കളാണ് BJPയുടെ. അതേസമയം തന്നെ അടുത്തിടയ്ക്ക് ഈ ദക്ഷിണേന്ത്യ കണ്ട അങ്ങേയറ്റത്തെ മതവർഗീയവാദികളിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്ന 2 യുവ നേതാക്കളാണ്. ഈ യുവ നേതാക്കൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ വർഗീയത പറയാൻ കഴിയുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തേജസ്വി സൂര്യയൊക്കെ തന്നെ വലിയ രീതിയിലാണ് അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ തന്നെ. സമാനമായ രീതിയിലാണ് ഈ തമിഴ്നാട്ടിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ അണ്ണാമലയുടെയും പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ തന്നെ ആ രീതിയിൽ തന്നെയാണ്. ഇന്നലെയും ഈ പറയുന്ന സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇരുവരും സംസാരിച്ചപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അവർ നടത്തിയത്. ഒപ്പം തന്നെ മറ്റ് സന്യാസികളും അതിനകത്ത് പങ്കെടുത്തു. അതിൽ ഒരു സന്യാസി സംസാരിച്ചത് അവിടുത്തെ വാവരുസ്വാമിയെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തിക്കൊണ്ടാണ്. വാവരുസ്വാമിയെ ആക്രമണകാരി, തീവ്രവാദി എന്നൊക്കെയാണ് അദ്ദേഹം വിളിക്കുന്നത്. ഒരു സന്യാസിയാണ് അദ്ദേഹം. ശബരിമലയുടെ പവിത്രതയും അല്ലെങ്കിൽ ശബരിമലയുടെ ഐതിഹ്യങ്ങളും ഒക്കെ തന്നെ നമുക്കറിയാം. ശബരിമലയിലേക്ക് പോകുമ്പോൾ അയ്യപ്പനെ കാണുന്നതിന് മുൻപ് വാവരുസ്വാമിയുടെ നടയിലെത്തി പ്രാർത്ഥിച്ച് അവിടെ നേർച്ചയർപ്പിച്ച ശേഷമാണ് എല്ലാവരും, ജാതിമത ഭേദമന്യേ എല്ലാവരും മല കയറി അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നത്. അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദം ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഇന്നലെ പ്രസംഗിച്ച ആ സ്വാമി പറയുന്നത് അയ്യപ്പനെ നശിപ്പിക്കാൻ വന്ന ആളാണ് മുസ്ലിം ആക്രമണകാരിയാണ് വാവര്. അദ്ദേഹത്തെ അവിടെ അംഗീകരിക്കാൻ പാടില്ല എന്ന തരത്തിൽ അദ്ദേഹം ഒരു തീവ്രവാദിയാണ് എന്ന തരത്തിലാണ് പ്രസംഗിക്കുന്നത്. അത്തരത്തിൽ വർഗീയത മാത്രം പറയുന്ന ഒരു സംവിധാനമായിട്ട് അല്ലെങ്കിൽ ഒരു സംഗമമായിട്ട് അതും മാറുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി. 2 സംഗമങ്ങളിലും ജനപങ്കാളിത്തം തീരെ കുറവായിരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. 2 സംഗമങ്ങളിലും ഈ സെമിനാർ സെഷനുകളൊക്കെ തന്നെ നടന്നു. ആ സെമിനാറുകളൊക്കെ തന്നെ ക്രിയാത്മകമായ ചർച്ച നടക്കേണ്ട സെമിനാറുകളായിരുന്നുവെങ്കിൽ 2ഇടങ്ങളിലും കാര്യമായ ജനപങ്കാളിത്തം ഇല്ലായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ വലിയ രീതിയിലുള്ള ശബരിമലയുടെ വികസനവും ടൂറിസം സർക്യൂട്ടിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ, ഒപ്പം തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അവിടെയൊക്കെ തന്നെ ശുഷ്കമായ വേദിയായിരുന്നു. കാര്യമാത്ര പ്രസക്തമായ ഒരു ജനപങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. AI ആണ് അത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് പിന്നിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനൊക്കെ രംഗത്ത് വന്ന് സ്വയം പരിഹാസരാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ ആ വേദിയിൽ മുഖ്യമന്ത്രിയെ
വലിയ രീതിയിൽ ഒരു ഭക്തൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ആശംസ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് എം എ ബേബി, CPM ജനറൽ സെക്രട്ടറി MA ബേബിയും എളമരം കരിയും ഉൾപ്പെടെയുള്ളവർ ആ പ്രസ്താവന തള്ളിക്കളയുകയും അദ്ദേഹം അങ്ങേയറ്റത്തെ ഒരു യുക്തിവാദിയാണ് എന്ന് പറയുകയും ഒക്കെ തന്നെ ചെയ്തു. അപ്പോൾ ഈ രണ്ട് സംഗമങ്ങളും എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിക്കപ്പെട്ടതെന്ന ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്നത്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് അത്തരം ഒരു പരിപാടി നടത്തിയത് കൊണ്ടാണ് അതിന് ബദലായിട്ട് മറ്റൊരു പരിപാടി നടത്താനും അവർക്ക് ഒരു ഈ പറയുന്ന ഹൈന്ദവ സംഘടനകൾക്ക് കേരളത്തിൽ ഒരു പ്ലേസ് ഉണ്ടാക്കാനുമുള്ള ഒരു സാഹചര്യം മറുവശത്ത് സർക്കാർ ഒരുക്കി കൊടുത്തു എന്നൊരു വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ രണ്ട് സംഗമങ്ങളിലെയും ഒരു പൊതുവായ ഘടകമെന്ന് പറയുന്നത് ഇതേപോലുള്ള വർഗീയവാദികളുടെ സാന്നിധ്യമാണ്. അതിന് ഈ CPM-ഉം പിണറായി വിജയനും കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തപ്പെട്ട രണ്ട് സംഗമങ്ങളാണ്. അതിലുപരി എന്തെങ്കിലും വിശ്വാസികളെയോ ഹൈന്ദവ വിശ്വാസികളെ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളെ എന്തെങ്കിലും തരത്തിൽ ഉദ്ധരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ടോ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ശരിയായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സംഗമമല്ല ഇത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്.